ശ്രീ ഷാപ്രസാദ്, വസന്തിന്റെ ടേക്ക് ഇതാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ജാഗ്രതയാകേണ്ടത് SIR ഒക്കെ കൊണ്ടുവന്ന് NDA ഇങ്ങനെ ജയിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതിന് പകരം ഇതൊരു സിസ്റ്റത്തിന്റെ തലയിൽ സിസ്റ്റമാണ്, അല്ലെങ്കിൽ SIR ആണ് ഞങ്ങളെ തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കൈ കഴുകി നിന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. എനിക്ക് വസന്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവും. അദ്ദേഹത്തിന് കണ്ടവനം വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഭാവിയുള്ള അല്ല എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. കാര്യം ഞങ്ങൾ ധാരാളം ഡിബേറ്റുകളിൽ ഇരിക്കാറുണ്ട്. വളരെ മാന്യമായി ചർച്ച ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ശക്തമായി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഭാവിയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. പിന്നെ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കോൺഗ്രസും ഈ പ്രതിപക്ഷമൊക്കെ ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്ത, വളരെ കുറച്ചൊരു ഇൻ്റലിജൻ്റായിട്ട് ചെയ്ത ഒരു നീക്കമായിരുന്നു ഇത്തവണത്തേത്. അതിനവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് എന്താണ് ഇലക്ഷൻ റിസൾട്ട്, വരാൻ പോകുന്ന ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് എന്താണെന്നുള്ള വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇലക്ഷൻ ജയിച്ചാലും ശരി തോറ്റാലും ശരി അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ട വാദമുഖങ്ങൾ അവർ വളരെ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിരുന്നു. ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിജയമായും മോദിയുടെ പരാജയമായും അവർക്ക് പറയാം. ഇലക്ഷൻ തോക്കുകയാണെങ്കിൽ ഇത് SIRൻ്റെയും ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെയും തലയെ വെക്കാം. അതവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനും ഈ നമ്മുടെ ചർച്ചകളിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റും. ഇപ്പോൾ അത് വസന്ത് പറഞ്ഞതുപോലെ. പക്ഷേ ഇപ്പോൾ വസന്ത് അടക്കമുള്ളവർ ഈ വാദമുഖത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് കടിച്ചു തൂങ്ങിയാണ് മുൻപോട്ട് പോകാൻ പോകുന്നതെങ്കിൽ, യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം വളരെ 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 കഷ്ടമായിരിക്കും. അതായത് അവരുടെ ഭാവി അതായത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മുദ്രാവാക്യം അതിവേഗം നടപ്പാക്കുന്ന ഒരു പാർട്ടിയായി ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം മാറുകയാണ്. നോക്കൂ, ഇപ്പം എനിക്കറിയില്ല രാഹുൽ ഗാന്ധി ഇപ്പോഴെങ്ങാനും രംഗത്ത് വരുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കൂ, ഇതേപോലെയുള്ള പാവം ചെറുപ്പക്കാരെ ഇതേപോലെ മീഡിയയുടെ മുമ്പിലേക്കും പൊതുജനങ്ങളുടെ മുമ്പിലേക്കും കടിച്ചു കീറാൻ ഇട്ടുകൊണ്ട് ഈ പുള്ളി എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, പരിഹസിക്കുകയാണെന്ന് എടുക്കരുത് വസന്ത്. ഇതേപോലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ പൾസ് എന്താണെന്നറിയാവുന്ന ഇതുപോലുള്ള ചെറുപ്പക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസ് ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ നന്നായിട്ട് പെർഫോം ചെയ്യും. ഈ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ഈ രാജകുമാരനെയും കൊണ്ട്, വിഡ്ഢിത്തം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ രാജകുമാരനെയും കൊണ്ട് ഈ കോൺഗ്രസ് എത്ര കാലം മുമ്പോട്ട് പോകും? ഞാൻ പറയുന്നത് വസന്തിനെ പോലെയൊക്കെയുള്ള എത്രയോ നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്. ജിൻഡോ ജോൺ, എനിക്കിഷ്ടമാണ് ഇവരെയൊക്കെ. അവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ പൾസ് തിരിച്ചറിയുകയും ചെയ്യുന്നവരാണ്. ശക്തമായി അവരുടെ എത്ര വലിയ ഒരു പ്രതിസന്ധിയിലും ശക്തമായി അവരുടെ പാർട്ടിയെ പ്രതിരോധിക്കുന്നവരാണ് അവർക്കറിയാം. ഇതിൻ്റെ 100-1 കഴിവ് പോലും ഈ രാഹുൽ ഗാന്ധിക്കില്ല. അങ്ങനെയുള്ള ഒരു കഴിവ് കെട്ടവനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു 10-60 വർഷം ഈ രാജ്യം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഗതിയിലെത്തിയത് എന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേറ്റ കണ്ടതാണ്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നോക്കേണ്ടി വരും. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തോൽക്കുന്ന 96ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 96, 4 എണ്ണം കൂടെ കഴിഞ്ഞാൽ സെഞ്ചുറി തെളിക്കും. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വേൾഡ് റെക്കോർഡുമായിരിക്കും. ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഞാൻ പറയാമല്ലോ, ഇത്ര വലിയ ഒരു വിജയത്തെ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വലിയൊരു വിജയം നേടുന്നതിലുള്ള സന്തോഷമുണ്ടെങ്കിലും എനിക്ക് മറ്റൊരാശങ്കയുണ്ട്. ഈ രാജ്യത്തൊരു പ്രതിപക്ഷം ഇല്ലാതാകുന്നു എന്നുള്ള കാര്യം. ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതകളിലൊന്ന് ശക്തമായൊരു പ്രതിപക്ഷമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷം വേണമെന്നുണ്ടെങ്കിൽ, ആ രീതി വേണമെന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് പരിഹരിച്ച് അതിനെ മുമ്പോട്ട് വെക്കുന്നവരാവണം. നോക്കൂ, ഇപ്പോഴും ഞാൻ പറയാം, വസന്തിന് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റുകളൊന്ന് നോക്കൂ. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് 5-6 ആ ലെവൽ മാത്രമാണെങ്കിലും അവർക്ക് ഏകദേശം 8-8.5% വോട്ട് ഷെയറുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതത്ര മോശമൊന്നും അല്ല.
ഇപ്പോഴും അവർക്ക് അവിടെ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മുൻപോട്ട് വരാൻ പറ്റിയ ബേസ് ബീഹാറിലുണ്ട്. ഇപ്പം ഞാൻ ഒരു ചരിത്രം ഓർമ്മിപ്പിക്കാം. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP അടപടലം തകർന്നടിഞ്ഞു. സാക്ഷാൽ വാജ്പേയി പോലും മാധവറാവ് സിന്ധ്യയോട് തോറ്റത്, ഗ്വാളിയർ തോറ്റത് 1.5-2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അങ്ങനെ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്നു എന്ന ആ ഒരു ചർച്ച ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ സമയത്താണ് അദ്വാനി നേതൃത്വത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് അദ്വാനി ഇതിൻ്റെ ഡേറ്റ മുഴുവനും കളക്ട് ചെയ്ത് നോക്കുമ്പം BJPക്ക് ഏകദേശം 8-9% വോട്ടുണ്ട്. അതത്ര ചെറിയ വോട്ടല്ല, ഒരു ചെറിയ ശതമാനം. അതൊരു ബേസാണ്. ആ ബേസിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കറക്റ്റ് ചെയ്ത് തങ്ങൾ എങ്ങനെ തോറ്റു എന്ന് വിലയിരുത്തി ആ കറക്ഷൻ വരുത്തിയാണ് BJP ഇന്ന് ഈ നിലയിലെത്തിയത്. ഈ അവസരം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. സമയത്ത് 202 ആയിരുന്നു NDA എങ്കിൽ ഇപ്പോൾ 208ലേക്ക് NDA സഖ്യം ബീഹാറിൽ അവരുടെ വോട്ട് നില മെച്ചപ്പെടുത്തുകയല്ല, ഡബിൾ സെഞ്ചുറിയും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണെന്നുള്ളത് കൂടിയാണ് നമ്മൾ 243-ലാണ് 208 എന്ന വലിയ ടാലിയിലേക്ക് NDA സഖ്യം എത്തുന്നത്. ഇപ്പോൾ മഹാസഖ്യം താഴുകയാണ്, അത് 28-ൽ വന്ന് നിൽക്കുകയാണ്. പ്രശാന്ത് കിഷോർ ഇപ്പോഴും ഡക്കിൽ തന്നെ.